ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നേ. ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു നാടൻ മുട്ടക്കറിയാണ്. നാടൻ മുട്ടക്കറി എന്ന് പറഞ്ഞാൽ നാടൻ മുട്ടക്കറി. എൻ്റെ സിൽവിക്കോഴി പൊന്നുക്കോഴി എല്ലാം ഇട്ട മുട്ട കൊണ്ടാണ് ഇന്ന് മുട്ടക്കറി ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ എങ്ങനെയാണ് മുട്ടക്കറി ഉണ്ടാക്കുന്നതെന്ന് നിങ്ങളൊന്ന് കണ്ടു നോക്ക്. ഒരു 3, 4, 5 ഉരുളക്കിഴങ്ങ്, ഒരു 5, 6 മുട്ട, ആവശ്യത്തിന് വെള്ളം എടുത്ത് ചട്ടിയിൽ വെച്ച് അതിനകത്ത് ഉരുളക്കിഴങ്ങ് മുട്ടയും വെച്ച് കുറച്ച് ഉപ്പും ഇട്ട് അത് അടുപ്പിലാണ് വെക്കുന്നത്. അടുപ്പിൽ കത്തിച്ച് അതൊന്ന് വേവാൻ വേണ്ടിയിട്ട് വെച്ചു. അടുപ്പ് എന്താണ് ഇങ്ങനെയെന്ന് നിങ്ങൾ വിചാരിക്കണ്ട. ഇത് ഷീറ്റ് ഉണക്കാൻ വേണ്ടി ചിരട്ട, ചെരി ഇത്യാദികളെല്ലാം ഇടുന്നത് കൊണ്ട് അടുപ്പ് പൊട്ടി പോവും. അതുകൊണ്ടാണ് അടുപ്പ് ഇങ്ങനെ ഇരിക്കുന്നത്. അടുപ്പ് എന്താണ് ഇങ്ങനെയെന്നുള്ള ചോദ്യങ്ങൾ നിരോധിച്ചിരിക്കുന്നു. ഇനി നമുക്ക് ഇതിന് വേണ്ട സാധനങ്ങൾ എന്തെല്ലാമാണെന്ന് വെച്ചാൽ 2 സവോള വേണം, 2 തക്കാളി വേണം, ഒരു 2-3 അല്ലി വെളുത്തുള്ളി വേണം. അത് നന്നായിട്ട് കഴുകി എടുത്ത് കൊണ്ടുവന്ന് സവോള 2 സവോളയും കുനുകുന അരിഞ്ഞിടണം ചെറുതായിട്ട്. അത് കഴിഞ്ഞ് തക്കാളി 4 കഷ്ണാക്കി, പിന്നെ ഒരു 6 കഷ്ണാക്കി അങ്ങനെ അരിഞ്ഞിടണം. പിന്നെ 2-3 അല്ലി വെളുത്തുള്ളി കുനുകുന അരിഞ്ഞിടണം. ഞാൻ അങ്ങനെയാണ് അരിഞ്ഞിട്ടുണ്ടാക്കൽ. അതെല്ലാം കൂടി അരിഞ്ഞ് വെച്ചിട്ട് ഈ ഉരുളക്കിഴങ്ങും മുട്ടയും വേവുന്ന സമയം കൊണ്ട് നമുക്കിത് അരിഞ്ഞ് വെച്ച്, പിന്നെ 2 പച്ചപ്പറങ്കി വേണേ, അത് മറന്നുപോയി പറയാൻ. 2 പച്ചപ്പറങ്കി ഇളക്കനെ അരിഞ്ഞിടണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതെല്ലാം വെന്ത് വരുന്ന സമയമാകുമ്പോഴത്തേനും നമുക്ക് ഒരു മുറി തേങ്ങ ചിരണ്ടി ആ തേങ്ങ നന്നായിട്ട് വറുത്തെടുക്കണം. കുറച്ച് വെളിച്ചെണ്ണ വെച്ചിട്ട് തേങ്ങ അതിൻ്റെ അകത്ത് കുഞ്ഞി ചുവന്നുള്ളി ചെറുതായിട്ട് അരിഞ്ഞിട്ട് അതും കൂടി ഇട്ടിട്ട് നല്ലോണം വറുക്കണം. വറുക്കുന്നതിൻ്റെ കൂട്ടത്തിൽ കറിവേപ്പില ഇടണം, പിന്നെ മുളക് പൊടി ഇടണം, കാശ്മീരി മുളക് പൊടി ഇടണം. മറ്റേ മുളക് പൊടി കുറച്ചിട്ടാൽ മതി. പിന്നെ കുറച്ച് ഗരം മസാല, പിന്നെ മല്ലിപ്പൊടി, പിന്നെ കുരുമുളക് പൊടിയും കൂടി നമ്മൾ ഇടലുണ്ട്. കുരുമുളക് പൊടിയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് വറുത്തെടുക്കണം. സാമ്പാറിനെല്ലാം വറുക്കുന്ന പോലെ നന്നായിട്ട് മൂത്ത് വരുന്നത് വരെ വറുത്തെടുക്കണം. അത് വറുത്ത് ആകാനാകുമ്പം അതിൻ്റെ അകത്ത് ഒരു 1/4 ടീസ്പൂണ് ജീരകം കൂടി ഇടണം. ജീരകം കൂടി ഇട്ടിട്ടാകുമ്പോൾ നല്ലോണം ഒന്ന് ചൂടാക്കിയിട്ട് അത് വറുത്ത് നല്ല മൂത്ത് കഴിഞ്ഞിട്ട് വാങ്ങി വെച്ച് അത് നല്ലോണം തണിഞ്ഞ് കഴിഞ്ഞിട്ടാകുമ്പോൾ അത് നല്ലോണം കുറച്ച് വെള്ളം ഒഴിച്ച് അരച്ചെടുക്കണം, മുതിയെ അരച്ചെടുക്കണേ. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഞാൻ ഈ തേങ്ങ വറുക്കുമ്പോൾ കൂടുതൽ വെളിച്ചെണ്ണ ഉപയോഗിക്കില്ല. ആദ്യം കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കും, എന്നിട്ടങ്ങ് വറുക്കും. നല്ലോണം കൂടുതൽ വെളിച്ചെണ്ണയിൽ ഒഴിക്കുന്നത് അത്രയ്ക്ക് നല്ലതൊന്നുമല്ല. അതുകൊണ്ട് കൂടുതൽ വെളിച്ചെണ്ണയൊന്നും ഞാൻ ഉപയോഗിക്കില്ല. ആദ്യം വറുക്കുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അങ്ങനെ അങ്ങ് വറുക്കും. പിന്നെ കറിക്കും വറുത്തിടും. അങ്ങനെയാണ്. കൂടുതൽ വെളിച്ചെണ്ണ എന്താ കാണാതെന്ന് വിചാരിക്കുന്നത് പറഞ്ഞാൽ കൂടുതൽ ഞാൻ ഉപയോഗിക്കില്ല. അതുകൊണ്ട് അന്ന് തേങ്ങ വറുക്കുമ്പോൾ വെളിച്ചെണ്ണ കൂടുതൽ കാണാതെ. പിന്നെ അത് അരച്ച് വരുന്ന സമയമാകുമ്പോഴത്തേനും നമ്മളെ കിഴങ്ങ് വെന്തിട്ടുണ്ട്. അപ്പോൾ കിഴങ്ങും മുട്ടയും വെന്തോ നോക്കുമ്പോഴത്തേനും നന്നായിട്ട് വെന്തിട്ടുണ്ട്. അത് വാങ്ങിക്കൊണ്ടുപോയി അതിൻ്റെ ചൂട് തണിയുന്നത് വരെ വെച്ച്, ചൂട് തണിഞ്ഞ് കഴിഞ്ഞിട്ട് അത് കിഴങ്ങ് വൃത്തിയാക്കി കഷ്ണങ്ങളാക്കി ഇട്ടു. മുട്ടയും തൊലി കളഞ്ഞ് അതും വെച്ചു. ഇനി നമുക്ക് എങ്ങനെ കറി ഉണ്ടാക്കുന്നതെന്നുള്ളത് നോക്കാം. ചട്ടി കഴുകി ചട്ടി അടുപ്പത്ത് വെച്ചു. ചട്ടി നല്ലോണം ചൂടായി കഴിയുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി കഴിഞ്ഞിട്ടാകുമ്പോൾ കടുക് പൊട്ടാനാകുമ്പോഴത്തേനും കറിവേപ്പില ഇട്ട്, ചുവന്നമുളക് ഇടുന്നവർക്ക് ചുവന്നമുളക് ഇടാം. അതിട്ടതായി കഴിയുമ്പോൾ പിന്നെ പൊട്ടി നല്ലോണം ആയി കഴിയുമ്പോൾ നമുക്ക് സവോള അരിഞ്ഞ് വെച്ചിട്ടില്ലേ, കുനുകുന അരിഞ്ഞ് വെച്ച സവോള എടുത്ത് അതിനകത്ത് ഇടുക. സവോള ഇട്ടിട്ട് സവോള ഒന്ന് പാകമായി വരുമല്ലോ, പാകമായി വരാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് പാകമാകാൻ വേണ്ടിയിട്ട് അതിനകത്ത് കുറച്ച് ഉപ്പിടും. ഞാനൊരു 1/2 സ്പൂൺ ഉപ്പിട്ടിട്ട് നന്നായിട്ട് ഇളക്കി കുറച്ച് സമയം കളിക്കുന്നതായി. അത് കഴിഞ്ഞിട്ടാകുമ്പോൾ അതിൻ്റെ അകത്ത് തക്കാളി ഇടും. തക്കാളി ഇട്ടിട്ട് തക്കാളി ഒന്ന് കുറച്ച് സമയം ഇളക്കും. കുറച്ച് സമയം ഇളക്കിയിട്ട് തക്കാളി ഒന്ന് വാടി വരുമല്ലോ, വാടി വന്ന് കഴിയുമ്പോൾ ഏകദേശം എല്ലാം ആയി കഴിയുമ്പോൾ അതിൻ്റെ അകത്തേക്ക് ഉരുളക്കിഴങ്ങ് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, പുഴുങ്ങി വെച്ച ഉരുളക്കിഴങ്ങ് കഷ്ണാക്കി വെച്ചത് അതിൻ്റെ അകത്തേക്ക് ഒരു 2 മിനിറ്റ് നന്നായിട്ട് ഇളക്കും. നന്നായിട്ട് ഇളക്കി കഴിഞ്ഞിട്ട് അതിന് ആവശ്യത്തിന് ഉപ്പ്, ഇപ്പം ശരിക്കും പറഞ്ഞാൽ അതിനകത്ത് നമ്മൾ സവോളക്കുള്ള ഉപ്പേ ഇട്ടിട്ടുള്ളൂ, അതിന് പാകത്തിന് ഉപ്പിട്ട് കഴിഞ്ഞിട്ടാകുമ്പോൾ ഒന്നും കൂടി ഇളക്കിയിട്ടാകുമ്പോൾ ഈ അരവെടുത്ത് അതിനകത്ത് പാരും. അരച്ച് വെച്ച അരവെടുത്ത് അതിനകത്ത് ഒഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഒരു 1/4 സ്പൂണ് മഞ്ഞളിട്ടു.
മഞ്ഞൾ ഇട്ട് കഴിഞ്ഞ് ഇത് നന്നായിട്ട് ഇളക്കി അതിനകത്ത് ഒരു നുള്ള് പുളി, ഒരു നുള്ളി പറഞ്ഞാൽ അത്രയേ ഉള്ളൂ, ഒരു നുള്ള് പുളി ഇട്ടു. പിന്നെ 2 ഗ്രാമ്പു കഷ്ണം, 2 ഗ്രാമ്പൂൻ്റെ അത് 2 എടുത്തിട്ടു. എന്നിട്ട് അത് നന്നായിട്ട് ഒന്ന് തിളച്ച് വരുന്നത് വരെ അടച്ച് വെച്ചു. നല്ലോണം തിളച്ച് വന്ന് കഴിഞ്ഞിട്ടാകുമ്പോൾ ഒരു 2-3 മിനിറ്റ് സമയം തിളച്ച് കഴിഞ്ഞിട്ടാകുമ്പോൾ അതിൻ്റെ അകത്ത് നമ്മൾ തൊലി കളഞ്ഞ് വെച്ച മുട്ടയുണ്ടല്ലോ, തൊലി കളഞ്ഞ് വെച്ച മുട്ട എല്ലാം കൂടി അതിനകത്ത് എടുത്തിട്ടു. എന്നിട്ടത് അടച്ച് വെച്ചിട്ട് ഒരു മിനിറ്റ് ഒന്ന് തിളക്കണം. അത് മുട്ട ഇങ്ങനെ വരഞ്ഞിട്ടിടുന്നവർക്ക് വരഞ്ഞിട്ടിടാം, വരയാണ്ടിടുന്നവർക്ക് വരയാണ്ടിടാം. എന്നിട്ട് ഒരു മിനിറ്റ് സമയം ഒന്ന് തിളച്ച് കഴിഞ്ഞിട്ടാകുമ്പോൾ അത് നമുക്ക് അടുത്തുനിന്ന് വാങ്ങിയിട്ട് അടച്ച് വെച്ച് തിളപ്പിക്കണം. അടച്ച് വെച്ച് തിളപ്പിച്ചിട്ടാകുമ്പോൾ നമുക്ക് ഒരു മിനിറ്റ് കഴിഞ്ഞിട്ടാകുമ്പോൾ ആ കറി നമുക്ക് അടുപ്പിൽ വാങ്ങി വെക്കാം. അടുപ്പിൽ വാങ്ങി വെച്ചിട്ടാകുമ്പോൾ അതിൻ്റെ മുകളിൽ ഒരു നുള്ള് കറിവേപ്പില അതിൻ്റെ മുകളിലേക്ക് കൂടി അങ്ങ് ഇട്ട് കൊടുക്കണം. എന്നിട്ടൊന്ന് അടച്ച് വെക്കണം. കറിവേപ്പില നമ്മൾ കൂടുതൽ ഉപയോഗിക്കലുണ്ട്, അതുകൊണ്ടാണ്. അതെന്ന് വെച്ചാൽ എനിക്ക് എല്ലാ കറിക്കും കൂടുതൽ കറിവേപ്പില വേണം, അതെന്നാണെന്നറിയില്ല, അതങ്ങനെ ഒരു സ്വഭാവമാണ്. അതുകൊണ്ട് മുകളിൽ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടു, അടച്ച് വെച്ചു. അപ്പോൾ കറി വാങ്ങി വെക്കുന്ന സമയത്ത് കുറച്ച് വെള്ളത്തോടെ തന്നെ വാങ്ങി വെക്കണം. ചട്ടിയിലായതുകൊണ്ട് കറി വല്ലാണ്ടങ്ങ് ഉറച്ച് പോകും, കട്ടിയായി. ചോറിൻ്റെ കൂട്ടത്തിൽ, അപ്പത്തിൻ്റെ കൂട്ടത്തിലെല്ലാം കഴിക്കാൻ പറ്റും. ഈ കറി നിങ്ങൾക്ക് കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഉണ്ടാക്കി നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.